തീർച്ചയായിട്ടും ഓട്ടോ സെഗ്മെന്റ് മെൻഷൻ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അതിൽ ടാറ്റ മോട്ടോഴ്സ് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 5.5% ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും താരിഫ് ആശങ്കകൾ ഓട്ടോ മേഖലയിലേക്ക് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ വന്നതോടുകൂടിയിട്ടാണ് ഇന്ന് ഓട്ടോ മേഖലയിലെ പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം JLRന്റെ വിൽപ്പനയിലടക്കമുള്ള ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുകയാണ്. എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ള ഒരു പാനിക് സെല്ലിംഗ് ആണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സാറിന്റെ റിവ്യൂ? ടാറ്റ മോട്ടോഴ്സിന്റെ ചാർട്ട് പാറ്റേൺ ഏകദേശം ഒരു പോസിറ്റീവ് ലെവലിൽ തന്നെ ആയിരുന്നു. ഇന്നത്തെ ന്യൂസ് അതിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് റിക്കവറി ചെയ്ത് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് റിക്കവറിയിലേക്ക് വരുന്നത് സമയത്ത് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വാച്ച് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയിൽ നിന്ന് മാറി നമുക്കത് റിക്കവറി അല്ലെങ്കിൽ ഡിപ്പിലേക്ക് ബൈ ചെയ്യുക എന്ന സ്ട്രാറ്റജിയിലേക്ക് മാറാൻ തീരുമാനമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 600 ലെവൽ വളരെയധികം ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു റിക്കവറിക്ക് സാധ്യത ഉണ്ട്. ന്യൂസിന്റെ ഒരു അഫക്റ്റ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അഗൈൻ ചാർട്ട് ഒരു പോസിറ്റീവ് ചാർട്ട് പാറ്റേൺ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. ഒരു കറക്റ്റീവ് ആക്ഷൻസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ്. ഇപ്പൊ ഇമീഡിയറ്റ് ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 600 ആണ്. അതിന് മുകളിലോട്ട് 740 ആണ് റെസിസ്റ്റൻസ് പോയിന്റ്. അതിൽ ആ ലെവലിൽ ട്രേഡ് ചെയ്യുമെന്നാണ് വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഓട്ടോ സ്റ്റോക്സിനെ സംബന്ധിച്ച് വോളറ്റാലിറ്റി മാർക്കറ്റ് ഇഷ്ടപ്പെടുന്നില്ല. അത് ന്യൂസുകൾ വരാനുണ്ട് എങ്കിൽ പോലും ഞാനൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഓപ്റ്റിമിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് പറയാൻ കഴിയും. സൂരജ് സാർ, നമ്മൾ അധികം ഈ ഒരു ഫോറത്തിൽ സംസാരിക്കാത്ത ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളമാണ് KRBLനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു പോസിറ്റീവ് നോട്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് എന്താണ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസിന്റെ വില, അതായത് അരിയുടെ വിലയിടിവ് ലോകമെമ്പാടുമുള്ള ഒരു കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് എന്ന് പറയാം. പക്ഷെ അപ്പോഴും കർഷകർക്ക് ഇതൊരു തിരിച്ചടിയാണ് നൽകുന്നത്. കർഷകർക്ക് കാര്യമായിട്ടുള്ള ഒരു വിലകൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഡക്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു വിലകൾ എത്തുന്നില്ല എന്നുള്ള ഒരു വലിയൊരു വ്യത്യാസം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും KRBL പോലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുമുണ്ട്. ജാസ്മിൻ, ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇന്നലെ തന്നെ പാർലമെന്റിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ മാഡത്തിന്റെ സ്പീച്ചിൽ അഗ്രികൾച്ചർ ഔട്ട്പുട്ടിനെ കുറിച്ച് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. നമുക്ക് കിട്ടുന്ന ഫിഗറും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ ചണ്ഡീഗർ പഞ്ചാബ് ഭാഗത്തുള്ള എന്താ പറയുക കർഷകർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് വന്നതായിട്ട് നമ്മൾ കാണുന്നത്. ബാക്കിയുള്ളിടത്ത് വലിയ പ്രോബ്ലം ഇല്ലാതെ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുമല്ല അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ ഫാം എക്യുപ്മെന്റ്സിന്റെ ഒക്കെ തന്നെ GST നല്ല രീതിയിൽ കുറയ്ക്കുന്നുള്ള ഒരു മൂവിലേക്ക് അദ്ദേഹം പോവും എന്നുള്ള, അതായത് ഫിനാൻസ് മിനിസ്റ്റർ പോവും എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടെ നമ്മൾ ഇന്നലെ സംസാരിക്കുകയുണ്ടായി. അതിനുമുമ്പ് ഈ KRBLന്റെ കാര്യം എന്താണെന്നറിയോ? അതായത് ഈ വേൾഡ് മുഴുവൻ ഗ്ലോബലി റൈസിന്റെ വില, അതായത് അരിയുടെ വില താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് ബേസിക്കലി നമ്മൾ പറയുന്ന ഈ തായ് വൈറ്റ് റൈസ്, ഈ കൂടുതലും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെയാണ് അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ റൈസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു ഡയറ്റ്, ഒരു നല്ലൊരു പ്രോട്ടീൻ്റെ ഭാഗം തന്നെ ഈ റൈസാണ് അവർ വരുന്നത്. അത് ഏതാണ്ട് ഈ തായ് വൈറ്റ് റൈസ് ജാനുവരിയിൽ ഏതാണ്ട് $669 പെർ ടണ്ണിൽ നിന്ന് താഴേക്കായി ഏതാണ്ട് $405 താന്നോട്ട് വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഈ ഒരു ന്യൂസ് നമ്മൾ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വലിയൊരു ന്യൂസിനെ അതിനെ കൊണ്ടുവന്ന് ഡൈസെക്ട് ചെയ്ത് അതിനെ ഡെസിഫർ ചെയ്ത് അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷണബിൾ ഐഡിയ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കോ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയിക്കുന്നത്. അതായത് മെയിൻ ലൈൻ മാർക്കറ്റോ മീഡിയയോ അത് എന്താ ചെയ്യാത്ത ചില കാര്യങ്ങളാണ്. നമ്മൾ CMS ഇൻഫോ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മളൊരു ആക്സിസ് ബാങ്കിന്റെ ATM ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സ്റ്റോറി ചെയ്ത്. ഇപ്രാവശ്യം നമ്മൾ പറയണതെന്ന് വെച്ചാൽ ഈ KRBL എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ ലാർജസ്റ്റ് ബസ്മതി എക്സ്പോർട്ടറാണ്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ കാണാമായിരിക്കും. അതായത് എപ്പോൾ നോക്കിയാലും അതിന്റെ ഒരു ബ്രാൻഡ് നിങ്ങൾ കണ്ടില്ല എന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗേറ്റോ അങ്ങനെ കണ്ടാണെന്നുണ്ട്. ഇന്ത്യ ഗേറ്റ് ആണെന്നാണ് ആ ബ്രാൻഡ് വരുന്നത് അല്ലേ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് കോവിഡ് മുതൽ തുടങ്ങിയതാണ്. അതായത് ഇന്ത്യയുടെ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഗ്രീൻ റെവല്യൂഷൻ വന്നോടുകൂടി 1960-70 ഇന്ത്യ എന്താ പറയുക ഒരു എക്സ്പോർട്ടിങ് തുടങ്ങിയതാണ്. അവിടെ നിന്ന് ഒരു ഗ്രീൻ റെവല്യൂഷൻ വന്നോടുകൂടി 2000 ആയപ്പോഴത്തേക്കും ഇന്ത്യ വലിയൊരു എക്സ്പോർട്ടറായി മാറി എന്നുള്ളതാണ്. ബട്ട് എപ്പോഴും നമുക്കതിനെ റെസ്ട്രിക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം നാട്ടിൽ ഇൻഫ്ലേഷൻ കൂടാൻ നേരത്ത് നമ്മൾ എന്തായാലും ഇതിൻ്റെ എക്സ്പോർട്ടിനെ തടഞ്ഞു വെക്കും. കാര്യം ഇവിടുത്തെ ഡിമാൻഡിനെയും സപ്ലൈയെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ അടുത്ത കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമുക്കറിയാലോ ഈ കോവിഡിന് ശേഷം അല്ലെങ്കിൽ 2022 ഈ യുക്രൈൻ റഷ്യ വാർ
അതിനുശേഷം പാകിസ്ഥാനിൽ ഫ്ലഡ് വന്നു, ബംഗ്ലാദേശിൽ പ്രോബ്ലംസ് വന്നു. ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ എക്സ്പോർട്സ് നമ്മൾ ഏതാണ്ട് റെസ്ട്രിക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ എന്താ, നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം ഈ പ്രൈം മിനിസ്റ്റർ പല രാജ്യങ്ങളിൽ പോകുമ്പോഴും പറയുന്നുണ്ട്, ഇന്ത്യ ഈസ് കൺസേൺഡ് അബൌട്ട് ഫാമിൻ അല്ലെങ്കിൽ പോവർട്ടി അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളുടെ എന്താ പറയുക ഈ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ അവിടെയുള്ള പോവർട്ടിയെ മാറ്റം എടുക്കാൻ വേണ്ടി ഇന്ത്യ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നു കുറേ കാര്യങ്ങൾ എന്നുള്ള അതിൻ്റെ ബേസിസിലാണെന്ന് തോന്നുന്നു നമ്മളത് ഓപ്പൺ അപ്പ് ചെയ്തു എക്സ്പോർട്സ്. ആ എക്സ്പോർട്സ് ഓപ്പൺ അപ്പ് ചെയ്തിട്ട് ഇപ്പം ഏതാണ്ട് നല്ല രീതിയിൽ, അത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു മാർച്ച് 7 എങ്ങോട്ടാണ് ഈ ന്യൂസ് വന്നത്. മാർച്ച് 7 ഈ ന്യൂസ് വന്നിട്ട് അന്ന് സ്റ്റോക്കുകളൊക്കെ നന്നായിട്ട് കയറി. പക്ഷെ അതിൽ ഏറ്റവും വലിയ രസം അറിയോ, KRBL എന്ന് പറയുന്ന കമ്പനിയാണല്ലോ ഏറ്റവും ലാർജസ്റ്റ് എക്സ്പോർട്ടർ, അവരുടെ ആണല്ലോ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. എന്നിട്ട് പോലും അതിനകത്തു നിന്നുള്ള ലോവർ ലെവലിലുള്ള സ്മോൾ ക്യാപ്സ് ആണ് അന്ന് കയറിയത് മാർച്ച് 7. അതായത് ചമൻലാൽ സേത്യ എന്ന് പറയുന്ന കമ്പനി ഏതാണ്ട് 6%, 7% കയറി. സർവേശ്വർ ഫുഡ്സ് ഏതാണ്ട് 6%, 7% കയറി. ഏറ്റവും ലാർജസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള KRBL ഏതാണ്ട് 2.5% മാത്രമേ കയറിയിട്ടുള്ളൂ. ഈ KRBL എന്ന് പറഞ്ഞ കമ്പനി വളരെ എന്തായാലും അണ്ടർ എസ്റ്റിമേറ്റഡ് കമ്പനിയാണ്. ഏതാണ്ട് 5000 കോടി റവന്യൂസ് ഉള്ള കമ്പനിയാണ്. അതായത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഈ ബ്രാൻഡ് കാണാത്ത ആൾക്കാരില്ല. ഇനിയിപ്പം നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയാലും ഇതിന് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ടുള്ള. ഇതിന്റെ നെറ്റ് പ്രോഫിറ്റ് ഏതാണ്ട് 596 crore ഒരു കൊല്ലം. 371 കോടി ഡെപ്റ്റ് ഉണ്ട്. 4800 കോടി നെറ്റ്വർത്തുള്ള കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് ഏതാണ്ട് 6400 കോടിയിലാണ്, 240 രൂപയിൽ. ഇതാണ് ഇന്നത്തെ അതിന്റെ ഒരു ട്രേഡിംഗ് ലെവൽ എന്ന് പറയുന്നത്. ഏതാണ്ട് FY 25 അതായത് 24-25 ആദ്യത്തെ 9 മാസം കൊണ്ട് തന്നെ ഏതാണ്ട് 1000 കോടിക്ക് അത് അനുസരിച്ച് ഒരു റവന്യൂ, അത് ഏതാണ്ട് 4% ഡൗൺ ആണ് കേട്ടോ. അതുകൂടാതെ പാറ്റും 322 കോടി. ഇതാണ് അതിന്റെ ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 14 തൊട്ട് 15 PE-യിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞത് ചെയ്പ്പാണെന്നുള്ള ഉദ്ദേശത്തിലല്ല. കാര്യം എപ്പോഴും ഈ റൈസിനെയും ഒരു സൈക്ലിക്കൽ അല്ലെങ്കിൽ കമോഡിറ്റി സ്റ്റോക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ഉള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജിയോ എക്കണോമിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കും ബിസിനസ്സും ആയതുകൊണ്ട് എന്നും ലോവർ മൾട്ടിപ്പിൾസേ കിട്ടാറുള്ളൂ. ബട്ട് ഈ ബസ്മതി റൈസ് എക്സ്പോർട്ടറായ KRBL-നെ നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞു, വേൾഡിൽ റൈസിന്റെ വില നന്നായിട്ട് കുറയുന്നു. അപ്പൊ ചില സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ചില ബിസിനസ്സുകളുടെ മൂവ്മെന്റിനെ ഇൻവെസ്റ്ററിന് വാച്ച് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ KRBL-നെയും ചമൻലാൽ സേത്തിയൊക്കെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. യെസ് അനീഷ് സാർ, ഇനി അതിന്റെ ടെക്നിക്കൽ കൂടി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. KRBL-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കണം കഴിഞ്ഞ ഈ ഒരു മാസത്തിൽ 8.5% മുകളിലുള്ള ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. KRBL-ന്റെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ ഒരു കൺസോളിഡേറ്റഡ് മൂവ്, നമ്മൾ മുമ്പ് CMS ഇൻഫോസിസ് സ്റ്റോക്ക് പറഞ്ഞതുപോലെ ഒരു ലോങ് ടൈം കൺസോളിഡേഷൻ, അത് ഈ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം അതിനെ ലോവർ പിയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വാല്യുവേഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ്സ് മാർക്കറ്റിലേക്ക് വരാത്തത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ബട്ട് ഇതൊരു കൺസോളിഡേഷനിലാണ്, ഒരു കൺസോളിഡേഷൻ പാറ്റേൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 320 എന്ന് പറയുന്ന ലെവലിൽ വളരെയധികം ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. വോളിയമിനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു സീസണൽ സ്റ്റോക്സ് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ 320 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു മൂവ്മെന്റ്സ് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ ഇതുപോലെ പറഞ്ഞതുപോലുള്ള വലിയ പ്രതീക്ഷകൾ വരികയാണെങ്കിൽ, അതേപോലെ തന്നെ ഇത് റൈസിന്റെ പ്രൈസ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻക്രീസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ വോളിയത്തിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഇത് 320 എന്ന് പറയുന്ന ആ ലെവല് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിലൊരു വലിയൊരു മൂവ്മെന്റ്സ് പ്രതീക്ഷിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് പോയി വീണ്ടും തിരിച്ചു വരുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് ഈ രണ്ട് ബാറിന്റെ 320 ആൻഡ് 240 എന്ന് പറയുന്ന ഒരു ലെവലിനിടയ്ക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ആയിരിക്കാം. ബട്ട് ഒരു ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ റീറ്റെയിൽ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് അതൊരു വലിയൊരു അട്രാക്റ്റീവ്സ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ 320 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വളരെയധികം പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളൊരു വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് ആണ്. ദെൻ ഇപ്പൊ സ്വിംഗ് ട്രേഡേഴ്സിനാണെങ്കിൽ പോലും അത് 320 പോകുമ്പോഴോ അല്ലെങ്കിൽ 240 വരുമ്പോൾ ബൈ ചെയ്യുകയും സെല് ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. വോളിയം ഇപ്പോൾ വളരെയധികം ലോവർ വോളിയമാണ് ഇപ്പോൾ ഉള്ളത്. ആ വോളിയത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എൻട്രി ചെയ്യാവുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ്.
സർ, അതോടൊപ്പം തന്നെ അവസാനമായിട്ട് താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുൻപ് LICയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോവുകയാണ്. LIC ഇന്ന് ഒരു 0.5% ഒരു മൂവ്മെന്റ് നൽകുന്നുണ്ട്. LICയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വന്നിട്ടുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലേക്ക് LIC വരുന്നു, ഏത് കമ്പനിയെ അക്വയർ ചെയ്തുകൊണ്ടാകും LIC വരിക എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് മണിപ്പാൽ സിഗ്നയിൽ 40 മുതൽ 49% ഓഹരികൾ വാങ്ങാനായിട്ട് LIC ഒരുങ്ങുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ഈ ഒരു വാർത്തയും എടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. LICയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ എങ്ങനെയാണ്? LIC സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആണ്. ലോങ് ടൈം ആയാലും ഷോർട്ട് ടൈം ആയാലും പോസിറ്റീവ് വ്യൂ ആണ് നമ്മൾക്കുള്ളത്. വളരെയധികം കറക്ഷൻസ് നേരിട്ട ഒരു സ്റ്റോക്സ് തന്നെയാണ്. അറൌണ്ട് 1150 നിന്ന് നമ്മൾ കറക്ഷൻസ് നേരിട്ട് അറൌണ്ട് 700 അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു 700 തന്നെയാണ് ഇപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഈവൻ 850 എന്ന് പറയുന്നത് ഇമീഡിയറ്റ് ഒരു ഷോർട്ട് ടൈമിൽ വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1000 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഷോർട്ട് ടൈം ആയിട്ടാണെങ്കിലും ലോങ് ടൈം ആയിട്ടാണെങ്കിലും നമുക്കത് വാച്ച് ചെയ്യാം. വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ L&T എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു കൺസോളിഡേഷൻ വരാനുള്ള സാധ്യത, അത് കഴിഞ്ഞൊരു ലോങ് ടൈം മൂവ്മെന്റ്സ് വരുന്നതിന് മുമ്പുള്ള ഒരു ബ്രീത്തിങ് പോയിന്റ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഇതൊരു വാച്ചിങ് ലിസ്റ്റിലിട്ട് വയ്ക്കുക, അതിന്റെ മൂവ്മെന്റ്സുകൾ വാച്ച് ചെയ്യുക. അതൊരു വലിയൊരു മൂവ്മെന്റ്സിന് വരുന്നതിന് മുമ്പുള്ള ഒരു സൈലൻസ് ആയിട്ട് മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയൂ. സോ അത് തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്സ് തന്നെയാണ് LIC. യെസ്, താങ്ക് യു സോ മച്ച് സാർ. ഏതായാലും ഇത്രയും അധികം സമയം അദ്ദേഹം ഒരുപാട് സ്റ്റോക്കുകളുടെയും അതിന്റെ ടെക്നിക്കൽ വ്യൂവും ഒക്കെ തന്നെ നൽകിയതിന്. സൂരജ് സാർ, നമ്മുടെ ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ടൈം വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനപ്പുറത്തേക്ക് സമയപരിമിതിയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതും ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസും ഒക്കെ തന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വരാം. അതോടൊപ്പം തന്നെ ഇന്ന് ഒരു വോളറ്റൈൽ സെഷൻ ആയിരിക്കും ടെക്നിക്കലിയും ഫണ്ടമെൻ്റലിയും ഒക്കെ തന്നെ നമുക്ക് ലഭിക്കാനുള്ളത്. കാരണം ഒരു മാർച്ച് മന്തിലെ എക്സ്പയറി ദിനത്തിലേക്കാണ് വിപണി കടക്കുന്നത്. രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആ വോളറ്റിലിറ്റി കണ്ടതാണ്. ഇനി ഓരോ മണിക്കൂറുകളിലും മാർക്കറ്റ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റ്സ് ഏതൊക്കെയാണ് എന്നതടക്കമുള്ള വാർത്തകളുമായിട്ട് ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.